എന്താണ് ഫംഗ്ഷൻ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. There is a carrier gas, then there is a pressure pump and regulator, pressure pump and regulator which controls mobile phase. Carrier gas angle നിന്ന് വരുന്ന carrier gas, that is mobile phase. ആ മൊബൈൽ ഫേസിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രഷർ പമ്പും റെഗുലേറ്ററും യൂസ് ചെയ്യുന്നത്. Then there is a sample injector through which sample is introduced into the carrier gas. It is followed by a thermostat column. ആ കോളത്തിന്റെ ഷേപ്പ് അത് എങ്ങനെയാവാം, ഹെലിക്സ് ടൈപ്പ് ആവാം, യൂട്യൂബ് ടൈപ്പ് ആവാം, അത് ഏത് ഷേപ്പുള്ള ഒരു കോളവും ആവാം. ഇനി അതൊരു തെർമോസ്റ്റാറ്റ് കോളാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ആണ് ആ കോളം വച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് തെർമോസ്റ്റാറ്റ്. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ദെൻ ആ കോളത്തിൽ നിന്ന് ഓരോ കോമ്പണന്റിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. സെപ്പറേറ്റ് ചെയ്ത കോമ്പണൻസ് ഡിറ്റക്ടറിലേക്ക് എത്തുന്നു. അവിടെ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് there is a amplifier. There is an amplifier to strengthen the signal. ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നു. Then the signals are recorded using a recorder. ആ ഒരു ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്നുള്ള മെത്തഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഒരു സ്പെക്ട്രം. ഗ്യാസ് ക്രോമറ്റോഗ്രഫി സ്പെക്ട്രം, അതിന്റെ സ്പെക്ട്രം ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ കോമ്പൗണ്ടിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്യൂരിറ്റി പ്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, സെപ്പറേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ സ്പെക്ട്രം യൂസ് ചെയ്തിട്ടാണ്. സോ ഇൻസ്ട്രുമെന്റേഷനിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട് അതിന്റെ ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ഓരോ കോമ്പണന്റും എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. There is a carrier gas, its supply gas. Use in the gases, it will be can be nitrogen, argon, hydrogen, helium. These gases are used as mobile phase in gas chromatography. എന്തുകൊണ്ടാണ് ഈ നൈട്രജൻ, ആർഗൺ, ഹീലിയം, ഹൈഡ്രജൻ എന്ന് നമ്മൾ പറഞ്ഞു? They are inert gases. മിക്സ്ചറിലുള്ള ഒരു കോമ്പണന്റുമായിട്ടും ഈ ഗ്യാസസിന് റിയാക്ഷൻ ഇല്ല. They are inert. So these gases are used as carrier gas or mobile phase. So carrier gas, it will supply the gas, and there is pressure pump and regulator which will control the flow of mobile phase. മൊബൈൽ ഫേസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ പമ്പ്, റെഗുലേറ്റർ. Then sample injector. You can see here. എവിടെയാണ് സാമ്പിൾ ഇൻജക്ടറിന്റെ പൊസിഷൻ? കോളത്തിന് മുമ്പാണ്. കോളത്തിന് മുമ്പാണ് സാമ്പിൾ ഇൻജക്ടറിന്റെ പൊസിഷൻ. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു കോളം ഹെഡ്. കോളത്തിന് മുമ്പായിട്ടാണ് സാമ്പിൾ ഇൻജക്ടറിന്റെ പൊസിഷൻ. That means attached to column head. And എന്താണ് ഈ സാമ്പിൾ ഇൻജക്ഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ? It is used for introducing sample into flash vaporizer. സാമ്പിളിനെ ഈ മൊബൈൽ ഫേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ ഇൻജക്ടർ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിലുള്ള സാമ്പിൾ അത് ഗേഷ്യസ് ഫേസിലോ ലിക്വിഡ് ഫേസിലോ ആവാം. സാമ്പിളിന്റെ കാര്യമാണ് പറഞ്ഞത്, സ്റ്റേഷനറി ഫേസിന്റെ അല്ല. സാമ്പിള് ഗേഷ്യസ് ഫേസിലോ ലിക്വിഡ് ഫേസിലോ ആവാം. ഗേഷ്യസ് സാമ്പിൾ ആണെങ്കിൽ വി ആർ യൂസിങ് hypodermic needle to introduce the sample. For gaseous samples, we use hypodermic needle to introduce the sample into the sample injection system. Sample injection systemത്തിലേക്ക് ഗേഷ്യസ് സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹൈപ്പോഡെർമിക് നീഡിൽ യൂസ് ചെയ്യുന്നു. ലിക്വിഡ് സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി
മൈക്രോ സിറിഞ്ച് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ഹീറ്റ് ചെയ്യണം. We have to heat the injection pot. It will ensure vaporization of sample. Vaporization of sample. There will be vaporization of sample by heating this injection pot. And we have to take care that there will be no thermal degradation for the solute. The solute will not undergo thermal degradation during this heating. So this is about a sample injection system. It is attached to the column head, and we use sample injection system to introduce the sample. The sample can be gaseous or liquid. For gaseous samples, we use hypodermic needle. For liquid samples, we use micro syringe. And we have to heat injection pot to ensure vaporization of sample. ആ ഇഞ്ചക്ഷൻ പോട്ട് അത് ഹീറ്റ് ചെയ്യുന്നത് സാമ്പിളിന്റെ വേപ്പറൈസേഷൻ must be there. There will be no thermal degradation. Okay. Then what is next? That is thermostat column. Thermostat column. Why do we use a thermostat column? As this mixture passes through the separation column, there will be separation of components. There will be separation of components as the mixture passes through the separation column. And we know separation column can be of different shapes and types. It can be of U-tube type or coiled helix type or any other shape and types. Then, during this passage through separation column, components get separated and it will pass on to detector. After thermostat column, it will pass into detector. That is situated at the exit side of the separation column. It is situated at the exit side of the separation column. അതെന്തിനാണ് സെപ്പറേഷൻ കോളത്തിലെ എൻഡിൽ ഈ ഡിറ്റക്ടർ വെക്കുന്നത്? Because eluted solute particles along with the carrier gas, components plus carrier gas exit from the column, enter the detector. Component plus carrier gas. Component plus carrier gas will enter to the detector. And the detector will sense and measure small quantities of the separated components present in the carrier gas stream. എന്താണ് ഡിറ്റക്ടർ ചെയ്യുന്നത്? കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്യൂട്ട് ചെയ്ത് വരുന്ന കോമ്പണന്റിനെയും കാരിയർ ഗ്യാസിനെയും അത് ഡിറ്റക്ടറിലേക്ക് എൻറ്റർ ചെയ്താൽ ആ കോമ്പണന്റിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം. അത് സെൻസ് ചെയ്ത് അതിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഡിറ്റക്ടർ ചെയ്യുന്ന ഫംഗ്ഷൻ. സെൻസ് ആൻഡ് മെഷർ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ദ separated components present in the carrier gas stream. And there are
different types of detectors in gas chromatography. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? നമുക്ക് ഇവിടെ 3 മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ, ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ ആൻഡ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ. തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ, that is TCD. TCD, flame ionization detector, FID, electron capture detector, ECD. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് എന്താണോ ആ ഡിറ്റക്ടറിന്റെ പേര്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണ് ഈ ഡിറ്റക്ടർ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ എന്താണെന്ന് നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ ഓർ കത്താരോമീറ്റർ, TCD. ഈ TCD അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടറിൽ അതിന്റെ ഒരു കീവേഡ് എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ദിസ് ഇസ് ദ കീവേഡ്, തെർമൽ കണ്ടക്ടിവിറ്റി. ഈ ഡിറ്റക്ടറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിലാണ് സിഗ്നൽസിന്റെ ഡിറ്റക്ഷൻ വരുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ ബേസിസ്. എങ്ങനെയാണത്? Before that, TCD is a concentration sensitive bulk property detector. നമ്മുടെ കോമ്പണന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡിറ്റക്ടർ ആണ് TCD. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ: presence of analyte molecule in a gas stream will produce changes in thermal conductivity. Presence of analyte in a gas stream will produce changes in thermal conductivity. നമ്മൾ എങ്ങനെയാണ് ഈ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ചെയ്യുന്നത്? ആദ്യം കാരിയർ ഗ്യാസിനെ അല്ലെങ്കിൽ മൊബൈൽ ഫേസിനെ മാത്രം പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സാമ്പിൾ ഇൻജെക്ട് ചെയ്യുന്നു. പിന്നെ ഈ കോളത്തിലൂടെ പാസ് ചെയ്യുന്നത് സാമ്പിൾ പ്ലസ് മൊബൈൽ ഫേസ് ആണ്. എപ്പോഴാണോ ഈ സാമ്പിൾ പ്ലസ് മൊബൈൽ ഫേസ് പാസ് ചെയ്യുന്നത്, ഈ TCDയിൽ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് ഒരു ചേഞ്ച് വരുന്നു. മൊബൈൽ ഫേസ് മാത്രമാണ് പാസ് ചെയ്യുന്നതെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആണ്. കോമ്പണന്റ് പ്ലസ് മൊബൈൽ ഫേസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഒരു ചേഞ്ച് വരുന്നു. ആ ചേഞ്ചിന്റെ ബേസിസിലാണ് TCD സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുന്നത്. TCD consists of a temperature controlled metal block. TCDയിൽ ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട്. അതിന്റെ ഉള്ളിൽ 2 cylindrical chambers ഉണ്ട്. Consists of temperature controlled metal block with 2 cylindrical chambers inside. So ഒരു temperature controlled metal block, അതിന്റെ ഉള്ളിൽ 2 cylindrical chambers. ഇനി ആ 2 cylindrical chambersന്റെ ഉള്ളിൽ 2 filaments ഉണ്ട്. Cylindrical chambers consist of 2 filaments made up of platinum or tungsten, which is connected to the arms of a Wheatstone bridge arrangement. Wheatstone bridge arrangement. ഈ ഫിലമെന്റ്സ് ആണ് നോട്ട് ചെയ്യുന്നത് എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റിയിലുള്ള ചേഞ്ചസ്, ഇങ്ങനെ ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് അറേഞ്ച്മെന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ 2 ഫിലമെന്റ്സ് ആണ്. അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? പറഞ്ഞല്ലോ, പ്ലാറ്റിനം പറഞ്ഞു. There is an electric element whose temperature at constant
upon the thermal conductivity of surrounding gas. ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക്കൽ പവർ പ്രൊവൈഡ് ചെയ്താൽ ഈ ഇലക്ട്രിക് എലമെന്റിന്റെ ടെമ്പറേച്ചർ അതിലൂടെ പാസ് ചെയ്യുന്ന ഗ്യാസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അറ്റ് കോൺസ്റ്റന്റ് ഇലക്ട്രിക്കൽ പവർ temperature of this electric element depends upon the thermal conductivity of surrounding gas. എന്താണോ ഈ സെൻസിങ് എലമെന്റിലൂടെ പാസ് ചെയ്യുന്നത് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയിലേക്കാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. When carrier gas passes through the detector, carrier gas മാത്രം പാസ് ചെയ്യും. Then no deflection in the galvanometer because resistance of the filaments are constant. TCD എന്നുള്ള തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ മൊബൈൽ ഫേസ് മാത്രം പാസ് ചെയ്താൽ, ഗ്യാസ് മാത്രം പാസ് ചെയ്താൽ there will be no deflection in the galvanometer. Galvanometer deflection കാണാതിരിക്കാനുള്ള കാരണം resistance of filaments are constant. ഇനി when separate effluent കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് plus carrier gas is passed through the detector, the deflection the sample plus carrier gas ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. Why? Because resistance of filaments changes. Because resistance of filament changes. ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. These deflections are due to changes in thermal conductivity. തെർമൽ കണ്ടക്ടിവിറ്റിയിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് അവിടെ ഡിഫ്ലക്ഷൻ വരുന്നത്. ആ ഡിഫ്ലക്ഷൻ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെയാണ് TCD വർക്ക് ചെയ്യുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റിയിലുള്ള ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ എന്താണ് TCD? ഓക്കെ, രണ്ടാമത്തേത് ഏതായിരുന്നു? രണ്ടാമത് പറഞ്ഞ ഡിറ്റക്ടർ ഏതായിരുന്നു? TCD കഴിഞ്ഞിട്ട് ആദിത്യ ഓർമ്മയുണ്ടോ? ആദിത്യ TCD പറഞ്ഞ ഡിറ്റക്ടർ ഏതായിരുന്നു? Ionization detector. FID. അറ്റൻഡൻസ് പറഞ്ഞേ. മാത്രം അഭിജിത്ത് KP, അഭിരാഗ്, അഭിൻ, അഭിജിത്ത് പ്രസന്റ് ആദിത്യ, അദ്വൈത്, അഫ്ര, ഓക്കെ ആദിത്യ, അക്ഷയ, Present, ma'am. അമർ, Present, ma'am. അമയ, അഭിജിത്ത് ഓക്കെ, Present, ma'am.
അങ്കിത, Present, ma'am. അനന്യ, Present, ma'am. അനുശ്രീ, Present, ma'am. അനുശ്രീ വി, Present, ma'am. അൻവയ, Present, ma'am. ആര്യ, Present, ma'am. അതുൽ, Present, ma'am. ചന്ദന, Ma'am, Atulam. Present, ma'am. അതുലം, ചന്ദന, ദിയ, Present, ma'am. Present. ദിയ ടി സി, ദിയ ടി എം, Present, ma'am. ഫർഹാന, Present, ma'am. ജുമീന, Present, ma'am. വിൻസി, Present, ma'am. ഫിദ, Present, ma'am. ഹിബ, Present, ma'am. ഹുസ്ന, ജയദീപ്, ഖദീജ, Present, ma'am. റെയ്ഹാൻ, Present, ma'am. സെയിൻ, Present, ma'am. ഫസൽ, ഷാസ്, Present, ma'am. നന്ദന, Present, ma'am. പ്രതുൽ, Present, ma'am. രാഗിൽ, Present, ma'am. റാനിയ, Present, ma'am. വിശാൽ, നസ്രി, ഓക്കെ ഉസ്ന, നസ്രി, സരിക, Present, ma'am. Present, ma'am. സയന, Present, ma'am. സിക്ത, Present, ma'am. സ്നേഹ, Present, ma'am. സൂര്യനന്ദ, വിനയ, Present, ma'am. സെക്കൻഡ് ടൈം ദാറ്റ് വാസ് FID. ഇനി എന്തൊക്കെയാണ് TCD, തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടറിന്റെ അഡ്വാൻറ്റേജസ്, എന്താണ് ഡിസഡ്വാൻറ്റേജസ്? TCD ഇറ്റ് ഈസ് സിമ്പിൾ ടു യൂസ്, പ്രൊവൈഡ് ചെയ്യുന്നത് അക്യുറേറ്റ് റിസൾട്ട് ആണ്, നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന കോമ്പണന്റിനെ അത് ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എന്താണോ കോമ്പൗണ്ട് അത് അങ്ങനെ തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിന് ഒരു ഡിസ്ട്രക്ഷൻ അവിടെ നടക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് പോസസ് ലോങ് ലൈഫ്. ഇതൊക്കെയാണ് TCDയുടെ അഡ്വാൻറ്റേജസ്. ബട്ട് ലോ സെൻസിറ്റിവിറ്റി, അത് TCDയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലോ സെൻസിറ്റിവിറ്റി. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടർ, ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഡിറ്റക്ടർ ആണ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ. ഇവിടെയുള്ള കീവേഡ്സ് ഫ്ലെയിം അയണൈസേഷൻ. ഇവിടെ ഒരു ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലെയിമില് നമ്മുടെ സാമ്പിൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിനെ ബേൺ ചെയ്യുമ്പോൾ, ഒരു ഫ്ലെയിം യൂസ് ചെയ്ത് ബേൺ ചെയ്യുമ്പോൾ അതിന് അയണൈസേഷൻ നടക്കുന്നു. അതാണ് ഈ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ. നമ്മുടെ സാമ്പിളിനെ ഒരു ഫ്ലെയിം യൂസ് ചെയ്ത് ബേൺ ചെയ്താൽ അതിന് അയണൈസേഷൻ നടക്കുന്നു. And what is the principle of flame ionization detector? When the component from the column, that is effluent എന്ന് പറയുന്നത് കോമ്പണന്റ് പ്ലസ് മൊബൈൽ ഫേസ് ആണ്. കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് effluent. It is mixed with hydrogen and burnt in air. കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന effluentനെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എയർ പ്രസൻസിൽ ബേൺ ചെയ്യുന്നു. ബേൺഡ് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ.
Due to that burning, ionization of solute molecules take place. Ionization of solute molecules. ആ കോമ്പണന്റിന്റെ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അയോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ആ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. സോ അയണൈസേഷൻ ഓഫ് solute molecules produce ions and electrons. നമുക്കറിയാം അയോൺസും ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്. അയോൺസിനാണെങ്കിലും ചാർജ് ഉണ്ട്, ഇലക്ട്രോൺസിനാണെങ്കിലും ചാർജ് ഉണ്ട്. നമ്മളൊരു കറന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അയോൺസും ഇലക്ട്രോൺസും മൂവ് ചെയ്യും. സോ വെൻ വി അപ്ലൈ a voltage between burner tip and collector electrode, we are applying voltage between burner tip and collector electrode. There will be movement of these ions and electrodes at the collector electrode. Burner tipinum collector electrodeനും across ആയി നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ അയോൺസും ഇലക്ട്രോൺസും ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അയോൺസും ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്. ഡ്യൂ ടു ഇറ്റ്സ് മൂവ്മെന്റ്, ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, there will be production of generation of current. There will be generation of current. ആ കറന്റ് മെഷർ ചെയ്ത് കറസ്പോണ്ടിങ് സിഗ്നൽസ് ആണ് FID പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സാമ്പിളില് എന്താണോ കോളത്തിൽ നിന്ന് പുറത്തു വരുന്നത്, എഫ്ലുവന്റിനെ ഹൈഡ്രജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്നു, എയറിൽ ബേൺ ചെയ്യുന്നു. ഡ്യൂ ടു ദാറ്റ് ബേണിംഗ് there will be ionization of solute molecules. സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ അയണൈസേഷൻ കൊണ്ട് അവിടെ അയോൺസും ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അയോൺസും ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ അയോൺസും ഇലക്ട്രോൺസും ഇലക്ട്രോഡിലേക്ക്, കളക്ടർ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ആ മൂവ്മെന്റ് കൊണ്ട് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ കറന്റിനെ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് FID നടക്കുന്ന പ്രോസസ്. ഓക്കെ ആണല്ലോ? Then the third type of detector, that is electron capture detector. The keyword is electron capture. It is the keyword. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യുന്നു. How does it happen? എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? There will be a beta ray source. Beta ray source means that will be a radioactive source. Beta rays emit ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ്. Generate electrons by ionization of carrier gas. ബീറ്റ റേസ് എമിറ്റ് ചെയ്യുന്ന ഒരു ബീറ്റ റേ സോഴ്സ്, ആ സോഴ്സ് കാരിയർ ഗ്യാസിന്റെ അയണൈസേഷന്റെ റിസൾട്ടായി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബീറ്റ റേ സോഴ്സ് കാരിയർ ഗ്യാസിനെ അയണൈസ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നു. സിൻസ് ദീസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, there will be migration of electrons to the anode. There will be migration of electrons to anode. This will create a steady baseline current. നമ്മൾ ആദ്യം പാസ് ചെയ്യുന്നത് മൊബൈൽ ഫേസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കൊണ്ട്
കാരിയർ ഗ്യാസിന്റെ അയണൈസേഷൻ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഒരു സ്റ്റഡി ബേസ് ലൈൻ കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേരിയേഷൻ ഒന്നുമില്ല, കാരിയർ ഗ്യാസ് മാത്രമേ ഉള്ളൂ. ഇനി കാരിയർ ഗ്യാസിന്റെ കൂടെ സാമ്പിള് കൂടെ വന്നാൽ എന്താണ് ഇവിടെ നടക്കുന്ന ചേഞ്ച്? എല്യൂട്ട് മോളിക്യൂൾസ് എമേർജസ് ഫ്രം കോളം ആൻഡ് റിയാക്ട്സ് വിത്ത് ഇലക്ട്രോൺസ്. എല്യൂട്ട് മോളിക്യൂൾസ് എമേർജസ് ഫ്രം കോളം, കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാമ്പിൾ മോളിക്യൂൾസ് അത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Then there will be replacement of electrons by negatively charged ions. സാമ്പിളിന്റെ നെഗറ്റീവ് ചാർജുള്ള അയോൺസും ഇവിടെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസും തമ്മിലൊരു റീപ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു. ഇലക്ട്രോൺസിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് റീപ്ലേസ് ചെയ്യുന്നു. ആ റീപ്ലേസ്മെന്റിന്റെ റിസൾട്ട് ആയിട്ട് there will be corresponding reduction in current flow. ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഒരു സ്റ്റഡി ബേസ് ലൈൻ കറന്റ് ആയിരുന്നു, അതിൽ വേരിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എപ്പോഴാണോ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇലക്ട്രോൺസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആ സമയത്ത് ആ കറന്റിൽ ഒരു റിഡക്ഷൻ നടക്കുന്നു, ഒരു റിഡക്ഷൻ വരുന്നു. There will be corresponding reduction in the current flow. This change in current flow is recorded. അതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. മിക്സ്ചറിലുള്ള കോമ്പണന്റ് ഈ ഇലക്ട്രോൺസുമായിട്ട് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു. ഇലക്ട്രോൺ ക്യാപ്ചർ. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഇൻ ECD. കറസ്പോണ്ടിങ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? 3 types of detectors used in gas chromatography. TCD ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. FID-യിലാണെങ്കിൽ നമ്മളൊരു ഫ്ലെയിം യൂസ് ചെയ്ത് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടറിലാണെങ്കിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ക്യാപ്ചർ ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അതാണ് 3 ഡിറ്റക്ടേഴ്സ്. ഇനി ബാക്കിയുള്ള കമ്പണൻസ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഡിറ്റക്ടറിന് ശേഷം ഒരു റെക്കോർഡർ ഉണ്ടാവും. ആ റെക്കോർഡർ സിഗ്നൽസിനെ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെർമോസ്റ്റാറ്റ് കമ്പാർട്ട്മെന്റ്, തെർമോസ്റ്റാറ്റ് കോളം എന്നാണ് നമ്മൾ പറഞ്ഞത്. മെയിൻറ്റെയിൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. Thermostat compartment provide constant temperature to the column and detector. ഇത്രയാണ് അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ വരുന്നത്. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഏത് ക്രോമറ്റോഗ്രഫി ആണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഓരോ ക്രോമറ്റോഗ്രഫിക്കും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങളൊരു 3-4 പഠിച്ചു വെക്കുക. എന്താണെന്ന് നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രഫിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഗ്യാസ് ക്രോമറ്റോഗ്രഫിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പ്രിൻസിപ്പിൾ എഴുതുക, ഇൻസ്ട്രുമെന്റേഷൻ ഫിഗർ വരക്കുക, ഓരോ കോമ്പണന്റിന്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഡിറ്റക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതുക. അതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്ടേഴ്സ് യൂസ്ഡ് ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്ടേഴ്സ് യൂസ്ഡ് ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി. പിന്നെയുള്ളത് കമ്പയർ GSC and GLC. Comparison between GSC and GLC. Gas liquid chromatography gas solid chromatography തമ്മിലുള്ള കമ്പാരിസൺ. ഇതിൽ നമുക്കറിയാവുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ. ഏതാണ് മൊബൈൽ ഫേസ്, ഏതാണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് ഏതാണെങ്കിൽ ബേസിസ് ഓഫ് സെപ്പറേഷൻ എന്താണ്. ആ 3 പോയിന്റ്സ് നമുക്ക് എന്തായാലും അറിയാം.
GSC-യിലാണെങ്കിലും GLC-യിലാണെങ്കിലും ഗ്യാസ് ഈസ് ദ മൊബൈൽ ഫേസ്. GSC-യിലാണെങ്കിൽ സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിൽ ബേസിസ് ഓഫ് സെപ്പറേഷൻ ഈസ് adsorption. Stationary phase is liquid for GLC. സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആയതുകൊണ്ട് ബേസിസ് ഓഫ് സെപ്പറേഷൻ പാർട്ടീഷൻ ആണ്. ഇനി ഈ സ്റ്റേഷനറി ഫേസ് നമ്മൾ എടുത്തിരിക്കുന്നത് കോളത്തിലാണ്, തെർമോസ്റ്റാറ്റ് കോളം. ആ കോളത്തിൽ എങ്ങനെയാണ് ഈ സ്റ്റേഷനറി ഫേസിനെ പാക്ക് ചെയ്യുന്നത്? പാക്കിംഗ് ഓഫ് ദ കോളം ഫൈൻ ഗ്രേഡഡ് പൗഡർ ആയിട്ടാണ് ഈ സോളിഡ് പാർട്ടിക്കിൾസിനെ Then for GLC, liquid coated on an inert surface or thin layer. പിന്നെ GSC കമ്പയർ ചെയ്ത് GLC-ക്ക് GLC-യുടെ കോളത്തിന് ലെങ്ത് ഹയർ ആണ്. 1.7 to 2 മീറ്റർ ലെങ്ത് ഉള്ള കോളാണ് GSC-ക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 to 300 മീറ്റർ ലെങ്ത് ഉള്ള കോളാണ് GLC-ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെയുള്ള കുറച്ച് പോയിന്റ്സ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. കമ്പയർ GSC ആൻഡ് GLC. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് GSC, അതിന്റെ GLC-യുടെയും GSC-യുടെയും കമ്പാരിസൺ, ഡിഫറെന്റ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്തത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടോ?